നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 47 പേരുടെ പട്ടികയാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഇന്ന് പുറത്തുവിട്ടത്. തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിനിറങ്ങുന്നത്. മഞ്ചേശ്വരത്ത് കെ. സുരേന്ദ്രൻ, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും ആദ്യഘട്ടത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പൂഞ്ഞാറിൽ പി.സി. ജോർജും പാലായിൽ മകൻ ഷോൺ ജോർജും സ്ഥാനാർത്ഥികളാകും. എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമായ 2020യും ബി.ഡി.ജെഎസും ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രഖ്യാപിച്ച കുന്നത്തുനാട് മണ്ഡലത്തിന് പുറമെ തൃക്കാക്കര, തിരുവമ്പാടി, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് 2020 പ്രഖ്യാപിച്ചത്. 12 പേരുടെ പട്ടികയാണ് ബി.ഡി.ജെഎസ് പ്രഖ്യാപിച്ചത്. എന്നാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇത്തവണ മത്സര രംഗത്തില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി എൻ.ഡി.എ സ്ഥാനാർത്ഥികളും സംസ്ഥാനത്ത് കളനിറഞ്ഞു. എ ക്ലാസ് മണ്ഡലങ്ങളിലടക്കം ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയുള്ള നീക്കം ബി.ജെ.പിക്കും എൻ.ഡി.എക്കും എത്ര ഗുണം ചെയ്യും? ആദ്യം കാണാം RDX. ചുവരെഴുത്തും ഗൃഹസമ്പർക്കവും അടക്കം പ്രചാരണ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ച എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് ബി.ജെ.പി. ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്നും ജനവിധി തേടും. ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയുള്ള മറ്റൊരു മണ്ഡലമായ പാലക്കാട് കോർ കമ്മിറ്റി അംഗം ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മത്സരത്തിനിറങ്ങും. കഴക്കൂട്ടത്ത് വി. മുരളീധരൻ, വട്ടിയൂർക്കാവ് ആർ. ശ്രീലേഖ, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, പൂഞ്ഞാറിൽ പി.സി. ജോർജ്, പാലായിൽ ഷോൺ ജോർജ് തുടങ്ങിയവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് ചലച്ചിത്രതാരം മേജർ രവിയും ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ്. മറ്റു സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക 2 ദിവസത്തിനകം പുറത്തുവിടുമെന്നും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമായ 2020യും 3 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. തൃക്കാക്കരയിൽ അഖിൽ മാരാർ, തിരുവമ്പാടിയിൽ സണ്ണി തോമസ്, തൃക്കരിപ്പൂരിൽ രവികുളങ്ങര എന്നിവരാകും 2020 സ്ഥാനാർത്ഥികൾ. RDX ന്യൂസ് മലയാളം. നാടിനു മാറ്റമുണ്ടാകാൻ വേണ്ടിയാണ് ബി.ജെ.പി. മത്സരിക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എൻ.ഡി.എ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. വികസനത്തെ പിന്തുണയ്ക്കുന്നവർ വരുമ്പോൾ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബി.ജെ.പി. എൻ.ഡി.എ കാണുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ ദിനങ്ങളാണ്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന കാഴ്ചപ്പാടും അതിൻ്റെ ഒപ്പം പുതിയ ഭരണം കൊണ്ടുവരാൻ ഞങ്ങളുടെ താല്പര്യവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ആദ്യം മുതൽ വയ്ക്കാൻ തുടങ്ങി. CPM-നോടും കോൺഗ്രസിനോടും വെല്ലുവിളിയായിട്ടല്ല, എൻ്റെ ഒരു അഭ്യർത്ഥന, എൻ്റെ ഒരു ഇൻവിറ്റേഷൻ, നാടിൻ്റെ ഭാവി ദിശയും ദശയും എന്താവണം എന്ന് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം. ഞാനൊരു ഓപ്പൺ ഇൻവിറ്റേഷനായി തരാം, വെല്ലുവിളിയല്ല. ഇടതു വലതു മുന്നണികൾ പാടെ അവഗണിച്ച മഞ്ചേശ്വരത്തിന്റെ വികസനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. വർഗീയ കൂട്ടുകെട്ടുകളും രാഷ്ട്രീയ ഗൂഢാലോചനകളും കൊണ്ട് ബി.ജെ.പിയെ തകർക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരം മാത്രമല്ല, ഞങ്ങൾ ഇത്തവണ കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. LDF-നെയും UDF-നെയും ജനങ്ങൾ കൈവിടും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള നിലയാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ പിന്നെ LDF-കാർ നിൽക്കുന്നത് തന്നെ UDF-ന് വേണ്ടിയാണല്ലോ. അത് അവർ തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ്. 100% വിജയ പ്രതീക്ഷയാണുള്ളതെന്ന് വട്ടിയൂർക്കാവിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ആർ. ശ്രീലേഖ പറഞ്ഞു. മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണോ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വം എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നായിരുന്നു ആർ. ശ്രീലേഖയുടെ മറുപടി. പരക്കെ പറയുന്നത് മാധ്യമങ്ങൾ മാത്രമാണ്, ജനങ്ങൾ അങ്ങനെ പറയുന്നില്ല. ചില മാധ്യമങ്ങൾ അതിങ്ങനെ പറഞ്ഞു പരക്കെയാക്കി, അല്ലാതെ പാർട്ടിയോ ജനവോ അങ്ങനെ പറഞ്ഞിട്ടില്ല. പൊതുജനങ്ങൾക്ക് ഇത് നല്ലപോലെ അറിയാം, എനിക്കത് നല്ലപോലെ അറിയാം. ഞാനത് പല പ്രാവശ്യം നിഷേധിച്ചിട്ടുള്ളതാണ്. അങ്ങനെയല്ല സംഭവം. മേയറാക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ ഒരു നിർദ്ദേശം വന്നപ്പോൾ, മേയർ ആരാകണം എന്നുള്ളതിന് വന്നപ്പോൾ ഞാനും കൂടെ ചേർന്നാണ് മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത്. ഞാനൊന്നും കണക്ക് കൂട്ടുന്നില്ല. എനിക്ക് വിജയിക്കണം, എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഞാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരിയാണ്. പട്ടിക കണ്ടിട്ട് എന്ത് തോന്നി? സർപ്രൈസ്ഡ് ആയോ? സർപ്രൈസ് ഇല്ലായ്മയാണോ അതിൽ സർപ്രൈസ്? എങ്ങനെയാ? ഇപ്പം അതിനകത്ത് സർപ്രൈസുമുണ്ട്, സർപ്രൈസ് ഇല്ലായ്മയുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ നേമത്ത് ഞാൻ മത്സരിക്കും എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം തന്നെയാണ് എവിടെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഞെട്ടാനൊന്നുമില്ല. വി. മുരളീധരൻ പിന്നെ നേരത്തെ തന്നെ കഴക്കൂട്ടത്തിൻ്റെ സ്വന്തമാണ്. അദ്ദേഹം നേരത്തെ തന്നെ അത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തീരുമാനിച്ചതും പുറത്തു വന്നതുമായ വാർത്തയൊന്നും വി. മുരളീധരൻ തന്നെ
കഴക്കൂട്ടത്ത് വരുമെന്നാണ്. ഇത് രണ്ടുമായ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ കാട്ടാക്കടയിലേക്ക് ടി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹവും അവിടുത്തെ ഒരു പതിവുകാരനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കാൻ തയ്യാറായി അവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള തീരുമാനങ്ങൾ അത് പിന്നെ ശോഭാ സുരേന്ദ്രൻ 2ാം തവണ ഇപ്പോൾ പാലക്കാട്ടേക്ക് മത്സരത്തിനെത്തിയിരിക്കുന്നു. അതും ഒരു പക്ഷേ നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും അവിടെ എന്നറിയാമായിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന സംഗതിയുണ്ടല്ലോ, അത് ഓരോ കാലത്തും ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്തുണ്ടാവും. വോട്ട് ശതമാനത്തിനനുസരിച്ച് അതിന് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോഴാണ് ഈ എ ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചത്. കാരണം അല്ലെങ്കിൽ ആ നിലയ്ക്ക് BJPക്ക് 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ എത്താൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 20ന് മുകളിലേക്ക് പോയത് ആ സമയത്താണ്. അത് പക്ഷേ അതിൽ ഉൾപ്പെട്ട മണ്ഡലങ്ങളിൽ ആ മട്ടിലുള്ള ഒരു ഏറ്റുമുട്ടൽ കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. ഇപ്പോൾ ആലപ്പുഴയുള്ള മണ്ഡലങ്ങളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കായംകുളം, ഹരിപ്പാട് അടക്കമുള്ള മണ്ഡലങ്ങളുടെ കാര്യമൊക്കെ ഇനി വരാൻ കുറേ കൂടി അതിനകത്ത് ചിത്രം തെളിയേണ്ടതുണ്ട്. പിന്നെ പാലക്കാട് പക്ഷേ അവിടെ ഒരു ശക്തമായ പോരാട്ടത്തിൽ തന്നെ തീരുമാനിച്ചാണ് വീണ്ടും ശോഭാ സുരേന്ദ്രനെ അവിടെ ഇറക്കി. കാരണം ശോഭയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ അവതരിപ്പിക്കണമെന്നുള്ള ആവശ്യം പാലക്കാട് നിന്ന് തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ ഇത്തവണ അവിടെ ഒരു മത്സര സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് അവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ കനത്ത മത്സരം നടക്കുമെന്ന കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. ഇപ്പോൾ CPIM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് NMR ഹോട്ടലിൻ്റെ ഉടമ റസാക്ക് വരും എന്നുള്ള കൗതുകകരമായ വിവരമുണ്ട്. അപ്പോൾ പിന്നെ അത് തീർച്ചയായും അവിടെ അതൊരു ഒരു ഒരു കൗതുകകരമായ ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ തന്ത്രപരമായ നീക്കമാണ്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ കാലത്തൊക്കെ SFIയിൽ പ്രവർത്തിച്ച പരിചയമേ ഉള്ളൂ. അതിനപ്പുറത്ത് അദ്ദേഹം സംഘടനയിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളല്ല, ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതോടെ അവിടെ ഒരു രസകരമായ മത്സരത്തിനുള്ള ഒരു ചിത്രം വ്യക്തമാവുന്നുണ്ട്. അപ്പുറത്ത് നേമത്താണ് ശക്തമായ മത്സരം നടക്കുന്നത്. അതായത് അവരുടെ ഏറ്റവും ഉറപ്പുള്ള മണ്ഡലമെന്ന് BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലം നേമമാണ്. അതുപോലെ വട്ടിയൂർക്കാവിലെ മത്സരം. അപ്പോൾ ഇതിനകത്ത് ശ്രീലേഖ IPS നീ പറയേണ്ട കാര്യമില്ലല്ലോ. ശ്രീലേഖയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഞാൻ സൂക്ഷ്മമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു. അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, അവർ നല്ല രാഷ്ട്രീയക്കാരിയായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മുൻ മേയർ അല്ലെങ്കിൽ MLA പ്രശാന്തിനെതിരെ അവർ കൃത്യമായി ഷാർപ്പായി ഒരു രാഷ്ട്രീയക്കാരിയെ പോലെ നേരിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. എനിക്ക് തോന്നുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് വേളകളിൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അത്രയും രൂക്ഷമായ പ്രയോഗങ്ങൾ ഒരിക്കലും സാധാരണ ഒരു രാഷ്ട്രീയക്കാർ നടത്താറില്ല. അതും കടന്നുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തി ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് അവർ ഇറങ്ങിയിരിക്കുന്നത്. അവിടെയും നല്ല മത്സരം ഉണ്ടാവുക. കാര്യത്തിൽ സംശയമില്ല. മുരളീധരനോട് വരുമ്പോൾ ഒരു ത്രികോണ മത്സരം നടക്കും. അപ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ECO അക്കൗർ നടത്താവുന്ന ഒരു മണ്ഡലം പോലും BJPക്ക് അവശേഷിക്കുന്നില്ല. അപ്പോൾ ത്രികോണ മത്സരം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ തിരക്കിടില്ലാത്ത സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഈ പ്രാഥമിക ഘട്ട പട്ടിക വന്നപ്പോൾ തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് മുന്നണിയുമായുള്ള ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ BDJS-ഉം 2020-യും ഉണ്ട്. 2020 ഇപ്പോൾ അഖിൽ മാരാരെയാണ് തൃക്കാക്കരയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്റ്മസ് ടെസ്റ്റിനുള്ള ഒരു സമയം കൂടിയാണ് അത് എന്നുള്ളതാണ്. ഇത്തരം എങ്ങനെയുള്ള ആളുകളാണ് സ്വീകാര്യരാവുക എന്നുള്ള കാര്യത്തിൽ ഒരു ടെസ്റ്റ് നടത്താനുള്ള ഒരു സാഹചര്യം കൂടിയായിട്ടാണ് എനിക്ക് ഈ പ്രഖ്യാപനങ്ങളെ കണ്ടപ്പോൾ തോന്നുന്നത്. ഇനി കൂടുതൽ എല്ലാവരുടെയും എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയമേ ഉള്ളൂ, എന്നാൽ ഒരു പുതുമുഖങ്ങളെയല്ല അവർ പല മണ്ഡലങ്ങളിലും വിടുന്നത് എന്നുള്ളത്. അവിടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താൻ ഇനി അവർക്ക് പ്രത്യേകിച്ച് അധികം എഫേർട്ടില്ല. കാരണം മുൻപ് മത്സരിച്ച ആളാണല്ലോ എന്ന നിലയിലുള്ള ഒരു പരിചയം പുതുതായി പുതുക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ അവർക്ക് ആ മണ്ഡലത്തിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് വോട്ട് പിടിക്കാം. അതാണ് അതിലുള്ള മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായി പറയുന്നത്. നമുക്ക് എന്തായാലും സമയക്കുറവുണ്ട്, നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചുവടുറപ്പിക്കാൻ വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയും പ്രമുഖ നേതാക്കളെ കളത്തിലിറക്കിയും BJP തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി കഴിഞ്ഞു. സമീപകാലത്ത് CPIM-ഉം CPI-യും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ വിട്ട BJP-യിൽ ചേർന്നവരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പരമ്പരാഗത വോട്ടുകൾക്ക് പുറമെ 2020 പോലെയുള്ള പ്രാദേശിക കക്ഷികളുമായും കൂട്ടുചേരുന്നതിൽ BJP ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, നേമം തുടങ്ങിയ A ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്നതിൽ കുറഞ്ഞൊരു കാര്യം BJP നേതാക്കൾ സ്വപ്നം കാണുന്നില്ല. നേമം തിരിച്ചുപിടിക്കാനും വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം നേടാനും BJP ലക്ഷ്യമിടുന്നുണ്ട്. വോട്ട് വിഹിതം 20% മുകളിലേക്ക് എത്തിക്കാനും നിയമസഭയിൽ നിർണായക സാന്നിധ്യമാകാനും 2026 BJPക്ക് സാധിക്കുമോ എന്നറിയാൻ മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം.